ഹലോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ വിവോ X200 കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ജസ്റ്റ് ഒരു അൺബോക്സ് ചെയ്ത് എന്തൊക്കെ പെട്ടിക്കകത്ത് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് കാണിക്കാനുള്ള വീഡിയോ ഇത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യും. ഞാനിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 days ആയി. ഇപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ ഈ ഫോണിനെ പറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ, ഇതൊരു ക്യാമറ ഫോണാണല്ലോ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഇപ്പം ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് അത് സെപ്പറേറ്റ് നമുക്കൊരു വീഡിയോ. അതുപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസ്, ഈ സംഭവം എല്ലാം കംപ്ലീറ്റ്ലി വേറെ ഡിഫറെൻറ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഈ ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നു എന്നോ. ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ്. ഇതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ ഉണ്ടോ, ഇത്രേ ഉള്ളൂ. അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോക്സ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഫോൺ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ അടപ്പ് അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോണാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കണ്ടോ. ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയുടെ ഈ ഒരു ഏരിയ ഫിംഗർ പ്രിൻറ്റ് നന്നായിട്ട് പിടിക്കും. ഫ്രണ്ടിൽ ഇതിപ്പോൾ ഞാൻ ടെമ്പേർഡ് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും ഒട്ടിച്ചില്ല. ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് കവറില്ലാതെ യൂസ് ചെയ്യട്ടോ. 10 days റഫ്ലി കവറില്ലാതെ യൂസ് ചെയ്ത് എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ IR ബ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അപ്പം പിന്നെ ഇതൊരു ഈ ബാക്ക് ടെക്സ്ചർ എന്നൊക്കെ, ഈ ബാക്ക് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഫിനിഷാണ്. ഇത് ഗ്ലാസ് ആണ് ബേസിക്കലി. ഭയങ്കര ഒരു മാറ്റി ഫീൽ തോന്നും. പിടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ, കാരണം ഭയങ്കര സ്ലിമ്മാണ്, നിങ്ങൾക്ക് കണ്ടറിയാം കണ്ടോ. പിന്നെ ഈ ഒരു പോർഷൻ ഇത് ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ. ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയുടെ ഒക്കെ ഒരു റിങ് ഇല്ലേ, അത് തിരിക്കുന്ന ആ ഒരു ടൈപ്പാണ്. തിരിയുമെന്ന് തോന്നും, പക്ഷേ തിരിയത്തില്ല. ഭയങ്കര ഫിക്സ്ഡ് ആണ്. ബട്ട് രസമാണ് സംഭവം. ഭയങ്കര കയ്യിലൊക്കെ പിടിക്കാൻ ഭയങ്കര രസമാണ്. ഇത് കവർ ഇടാതെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കവർ ഇടാൻ തോന്നത്തില്ല. പക്ഷെ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ കവർ വന്നിട്ടുണ്ട്. അതൊന്ന് ഇടണം. ഞാൻ ഇടണമെന്ന് എപ്പോഴും വിചാരിക്കും. എന്തായാലും ഇന്ന് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിനകത്ത് എടുത്ത കുറേ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ബോക്സിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കണ്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫോൺ ഇരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് 2 ബോക്സാണ് വരുന്നത്. ഓക്കെ. പിന്നെ അത് ആദ്യത്തെ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ബോക്സ് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ ഒരു സിം ഇജക്റ്റിംഗ് ടൂളുണ്ട് കണ്ടോ. സിം ഇജക്റ്റിംഗ് ടൂളുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്, ഓക്കെ. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു കേസാണ് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫോണിൻ്റെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞ കേസ്. ഓക്കെ. ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്. ഓക്കെ, ഈ കേസിനകത്താണ് ബേസിക്കലി ഈ ഡോക്യുമെൻറ്റേഷനും. ഇതാണ് കേസ്. കേസ് അത്യാവശ്യം നല്ല കേസാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മറ്റേ ആ ട്രാൻസ്പെറൻറ്റ് കേസിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു കേസാണ് കണ്ടോ. അതിനകത്ത് വരുന്ന പേപ്പർസ് ഇതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. പിന്നെ ഒരു കാർഡ് വരുന്നുണ്ട് കണ്ടോ. ഇതെന്താ കാർഡ്, മെറ്റൽ കാർഡൊന്നും അല്ല, ജസ്റ്റ് ഒരു പേപ്പർ കാർഡാണ് കണ്ടോ. അത് എന്ത് ഇവർ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ, പ്രീമിയം പോയിന്റ്, സ്റ്റാൻഡ് ബൈ ഡിവൈസ് 24/7, ഡെഡിക്കേറ്റഡ് കോളിംഗ് ലൈൻ, ഡോർ സ്റ്റെപ്പ് റിപ്പയർ, റിമോട്ട് അസിസ്റ്റൻസ്, പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രീമിയം, എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു കാർഡാണ് ബേസിക്കലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കവറിനകത്ത് ആണ് ഇവർ ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ച് അതേപോലെ തന്നെ വെച്ചേക്കുകയാണ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് ബോക്സിനകത്ത് വന്നേക്കുന്നത് എന്താ, ഇവിടെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ബോക്സ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് കണ്ടോ. ഇതിനകത്ത് എന്തോ ഉള്ളത്, 2 ആരോ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കണ്ടോ. ഇവിടെ ഒരു ആരോ, ഇവിടെ ഒരു ആരോ. ഈ രണ്ടാമത്തെ ആരോ തുറക്കുമ്പം ഓക്കെ, ഇതാണ് എൻ്റെ ചാർജർ ഗൈസ്. ഞാൻ ബേസിക്കലി ഇതിൻ്റെ ഈ കൂടി വന്ന് ഈ ചാർജർ യൂസ് ചെയ്യാറില്ല. ഞാൻ സ്പീജൻ്റെ ഒരു ചാർജറാണ് എല്ലാ ഡിവൈസിനും കൂടെ ഓവറോൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനാണെങ്കിലും ബാക്കി ഫോൺസ് എല്ലാം ചാർജ് ചെയ്യാനായിട്ട് സ്പീജൻ്റെ ഒരു എന്താ പറയുക ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ടൈപ്പ് USB ടൈപ്പ് C ആണല്ലോ. ഇത് 90 വാട്ടിൻ്റെ ചാർജർ അതിൻ്റെ കൂടെ വരുന്നത്. 90 വാട്ട്സിൻ്റെ കേബിൾ ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് അതിൻ്റെ കേബിൾ. ഞാൻ ബേസിക്കലി ഈ സാധനം ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ PD ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അത് ബേസിക്കലി ഫാസ്റ്റ് ചാർജ് കിട്ടും. ഞാൻ 90 വാട്ട്, ഇതിനകത്തൊരു സെറ്റിങ്സിൽ ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് നമുക്ക് ചാർജിങ് സ്പീഡിൽ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഞാനത് ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ ചെയ്യുന്നത് PD ചാർജിങ് ആണ്. അപ്പോൾ എനിക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് ചാർജ് ചെയ്യുന്നത്. ബാക്കി ഐഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മടുപ്പ് വരത്തില്ല എത്രയാണെന്ന് പറഞ്ഞാലും. അപ്പം അതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഫോണിലേക്ക് വരാം. അപ്പോൾ അൺബോക്സിങ് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ
കണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ആ ചാർജിങ്ങിൻ്റെ സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റിങ്സ്, ഫാസ്റ്റ് ചാർജിങ് കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കുന്നല്ലേ. ഫാസ്റ്റ് ചാർജിങ് കാണുന്നുണ്ടോ? ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ടേൺ ഓൺ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. ഞാൻ അത് അല്ലാതെ കാണിച്ചത്, ഇതിപ്പം ഫോക്കസ് പിടിക്കുന്നില്ല. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ് ബേസിക്കലി. അപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ബാറ്ററി ലൈഫ് ആക്ച്വലി എക്സലൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസാണ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നില്ല, ബട്ട് അത്യാവശ്യം ഞാൻ ട്രാവൽ ചെയ്തപ്പോഴും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ, ഞാൻ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ക്യാമറ സൂമിങ് അടിപൊളിയാണ്. ബേസിക്കലി സൂം ചെയ്തൊരു ഫോട്ടോ നമുക്ക് ദൂരെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അല്ലാണ്ട് ആ ഫോട്ടോ യൂസബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ യൂസബിൾ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ തൊട്ട് നല്ലൊരു ഫോട്ടോ കാണാൻ പറ്റും ബേസിക്കലി. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ലുക്ക്, എനിക്ക് ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേസ് ഇടാതെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കേസ് ഇടാൻ തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനൊരു സംഭവമാണ്. പക്ഷേ പ്രൊമോട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഇടുവാണെങ്കിൽ ഒരു ലൈറ്റർ കേസ് ഇടുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് സി ആണ് വരുന്നത്, ഡുവൽ സിം, ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ ഫോൺ പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഡെഡിക്കേറ്റഡ് ഒരു ഇതിൽ കാണിക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നത് 16 GB റാം പ്ലസ് 512 GB റോം, അതാണ് ഇതിൻ്റെ സ്പെക്ക്. പിന്നെ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പിന്നെന്താ, അതാണ് ഫോൺ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഇതിനകത്ത് വേപ്പർ കൂളിംഗ് ചേംബർ സിസ്റ്റം അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഗെയിം ചെയ്യും ഞാൻ ഇതിനകത്ത്. അത്യാവശ്യം നല്ല ഹെവി ഗെയിംസ് എല്ലാം കളിച്ചു നോക്കി. പബ്ജി കളിച്ചു ഇതിനകത്ത്. പിന്നെ ഇതൊരു 20 GB വരുന്ന ഒരു കാർ റേസിംഗ് ഗെയിമാണ്. അതൊരു 2 hours ഒന്നും കളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് പോലും ആവില്ല. കോൾ ഓഫ് ഡ്യൂട്ടി, പിന്നെ ഫ്രീ ഫയർ കളിച്ചു നോക്കി. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി അടിപൊളി ഒരു പാക്കേജാണ്. എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇത് കർവ് അല്ല. ഓക്കെ, പക്ഷേ ഇത് കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കണ്ടോ കണ്ടോ അതായത് ഇത് 4 സൈഡും ഇങ്ങനെ ഒരു കോഡായിട്ട്, ലൈക്ക് ഒരു ചെറിയൊരു സ്ലൈറ്റ്ലി സൈഡിലോട്ടൊരു ചാട്ടമുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാൻ. മറ്റേ കർവ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫോൺ ഭയങ്കര രസമാണ് ബേസിക്കലി. അപ്പോൾ അതാണ് എൻ്റെ ഡീറ്റെയിൽസ്. ഞാനപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, ഈ പറഞ്ഞ സംഭവമെല്ലാം ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് കാണിച്ചു തന്നു. ഞാൻ ഫോൺ എടുത്തിട്ട് ഇതുവരെയായിട്ട് അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറ റിവ്യൂ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.